അള്ളാഹുവിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങ് കേൾക്കുമ്പോ തറായുനഹും, അള്ളാഹിന്റെ വചനങ്ങളൊക്കെ ചിലതൊക്കെ അവരങ്ങ് കേൾക്കുമ്പോ നിനക്ക് കാണാം അയുനഹും, അത്തരത്തിലുള്ള നല്ലവരായ ആളുകളുടെ കണ്ണുകളതാ തഫീളു മിനദ്ദംഇ, കണ്ണുനീര് കൊണ്ട് ഒഴുകുന്നു, മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവര് ചില ഹഖൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട്. കണ്ടോ, ആ ഒരു മാറ്റത്തിലേക്ക് അള്ളാഹു നമുക്കൊക്കെ എത്താനുള്ള തൗഫീഖ് തരട്ടെ. എപ്പോഴെങ്കിലും ഒന്ന് കരയാൻ പറ്റിയോ നമുക്ക്? നമ്മളങ്ങനെ കരഞ്ഞോ? രാവിന്റെ അത്താഴ സമയം, അത്താഴ ഭക്ഷണത്തിന് എഴുന്നേൽക്കുന്ന ആ ഒരു നേരം, ആരും കാണാതെ കിട്ടുന്ന അവസരം, അത് പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒറ്റക്കിരുന്ന് നമ്മൾ അള്ളാഹിനോട് പറയുമ്പോൾ ആ കണ്ണിൽ നിന്നിങ്ങനെ മുത്തുമണികൾ പോലെ ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ അതൊരു ഈമാനിന്റെ ലക്ഷണമാണ്. സമാധാനിച്ചോളൂ. അങ്ങനെ കഴിയാന്നുള്ളതൊരു വലിയ കാര്യമാണ്. കരയാൻ കഴിയാന്നുള്ളത് അത് വെറുതെ ഉള്ള കരയലല്ല, മനസ്സ് തട്ടിക്കൊണ്ടുള്ള കരച്ചിലാണ്. ഒരു സദസ്സിൽ നിന്ന് ആളുകളുടെ മുമ്പിൽ കരയാൻ പ്രയാസമില്ല. കുറേ ആളുകൾ കരയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അങ്ങ് ചേർന്നുകൊണ്ട് കരയാൻ പ്രയാസമില്ല. അതേ അവസരത്തിൽ ഒറ്റക്കിരുന്ന്, അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒഴിഞ്ഞിരുന്ന് ഒറ്റക്കിരുന്ന ഒരാൾ അല്ലാഹനെ ഓർത്തു, തന്റെ കാര്യം ഓർത്തു. അപ്പൊ അയാൾക്കത് വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചു. ഫഫാലത്ത് ഐനാ, അല്ലാത്ത കരച്ചിൽ അവിടെ പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, അത് നമുക്ക് കഴിയണം. അതിന് നമുക്ക് വീണ് കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ അത്താഴത്തിന്റെ അവസരങ്ങൾ. അത് ഉപയോഗപ്പെടുത്തണം നമ്മൾ. ഒരിക്കലും അത്താഴം കഴിച്ച് ബാക്കിയുള്ള സമയം ചില ആൾക്കാർ വീടി വലിക്കാൻ, പുകവലിക്കാൻ, സിഗരറ്റ് വലിക്കാൻ, ചിലർ ആ പത്രം കുറച്ച് ബാക്കിയുണ്ടല്ലോ അതൊന്ന് വായിച്ചു തീർക്കാൻ, ചിലർ ടി വി ഒന്ന് ഇട്ട് നോക്കുക അതൊന്ന് നോക്കാൻ, ചിലർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വെറുതെ വർത്തമാനം പറയാൻ, ചിലർ കിട്ടണ നേരല്ലേ 5 മിനിറ്റ് കൂടെ ബാങ്ക് കൊടുക്കാണ്ട് ഒന്നും കൂടെ മയങ്ങിക്കളയാം എന്ന് ഉറങ്ങാൻ. എന്തിനെല്ലാം വേണ്ടിയാണ് ഈ പവിത്രമായ നേരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, എന്നോടും നിങ്ങളോടും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു 10-13 അത്താഴ നേരങ്ങൾ വരാനുണ്ട്. ആ സമയങ്ങളെങ്കിലും ഒരിക്കലും നമുക്ക് നഷ്ടമാകരുത്. അള്ളാഹിനോട് കരഞ്ഞു പറയുക, നാഥാ, ജീവിതത്തിൽ ഒരുപാട് പറ്റിപ്പോയിട്ടുണ്ട്. ആ ഖേദമാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന. ആ ഖേദം. മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്ക് ഉണ്ടാകേണ്ട ആദ്യത്തെ ഗുണം പറഞ്ഞത് എന്താണ്? അവൻ തീരുമാനിക്കണം. എന്താ? അവന്റെ മനസ്സിൽ ദുഃഖം വേണം. അന്നദ്മു അലൽ മഅസിയ, പാപത്തിന്റെ കറകളുടെ പേരിൽ അഗാധമായ ദുഃഖം ഉണ്ടാവണം. പടച്ചോനെ പറ്റിപ്പോയല്ലോ. അതിനെന്ത് വേണം? ഞാൻ പാപിയാണ് എന്ന് അറിയണം. എൻ്റെ അടുത്തൊന്നും സംഭവിച്ചില്ല എന്നുള്ളവനെ തിരുത്തൂല. ഒരാൾ റൂട്ട് തെറ്റിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഡ്രൈവറെ വണ്ടി തിരിച്ചെടുക്കുള്ളൂ. ഒരാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ഇപ്പോൾ ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് വരികയാണ്. അപ്പൊ അയാൾക്ക് റൂട്ട് തെറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആ റൂട്ടിൽ സ്പീഡിന് ഓടിച്ചു വരും. തെറ്റീന്ന് മനസ്സിലായ ഒരു ഡ്രൈവർ പെട്ടെന്ന് മടങ്ങും. അത് തെറ്റീന്ന് മനസ്സിലായാലേ മടങ്ങൂ. അല്ലെങ്കിൽ അയാൾ ശരിയായ റൂട്ടിലാണ് വിചാരിച്ച അയാൾ അങ്ങനെ പോകും. ആദ്യം ബോധം വേണ്ടത്, എൻ്റെ അടുക്കൽ പടച്ചോനെ ഒരുപാട് പറ്റിയിട്ടുണ്ട്, നിനക്കറിയാലോ, ഞാൻ അതിലൊക്കെ ഖേദിക്കുന്നു അല്ലാഹ്. രണ്ടാമത്, അല്ലാ യഊദ ഇലൽ മഅസിയ, ഇനി ആ പാപങ്ങളിലേക്കൊന്നും അല്ലാഹ് ഞാൻ മടങ്ങൂല എന്ന ദൃഢനിശ്ചയം. ഇനി ഞാൻ മടങ്ങൂല. ആ ദൃഢനിശ്ചയം അതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ. ഒരാളോട് പറയുന്ന വാക്കല്ലല്ലേ ഇത് നാഥനോട് പറയുന്ന ദൃഢനിശ്ചയാണ്. ഇനി ഒരിക്കലും മടങ്ങൂല അള്ളാഹ്. അപ്പൊ നമ്മുടെ മനസ്സിലെങ്ങാനും ചാൻസ് കിട്ടാത്തോണ്ടാ പടച്ചോനെ, ചാൻസ് കിട്ടിയ ഇനി ഞാൻ മടങ്ങും എന്നാണെങ്കിലോ അത് അള്ളാഹ്ക്ക് അറിയാലോ, തൗബ സ്വീകരിക്കൂല. അപ്പൊ ചാൻസ് ഇല്ല. ആളുകളില്ലേ, കണ്ണുകൊണ്ട് ഒരുപാട് സിനിമ കണ്ടു, സീരിയൽ കണ്ടു, ഒരുപാട് പെണ്ണിന്റെ ഔറത്ത് കണ്ടു, കുറെ നോക്കി രസിച്ചു, നൃത്യങ്ങളും ഒരുപാട് വേണ്ടാത്തരങ്ങൾ, വൃത്തികേടുകൾ, വീട്ടിലിരുന്നും കുടുംബസമേതവും അല്ലാതെയും ഒക്കെ കണ്ടു, ഒരുപാട് കേട്ടു. നാഥ, ശുദ്ധിയാകുന്ന മാസമാണല്ലോ, എനിക്കൊന്ന് ശുദ്ധിയാകണം. പറ്റിപ്പോയി അതിന്റെ ഗൗരവം അറിഞ്ഞിട്ടൊക്കെ പലപ്പോഴും പറ്റിപ്പോയി. ഇപ്പൊ റമദാൻ മാസം അപ്പൊ ഞാൻ ചെയ്യൂല, റമദാൻ കഴിഞ്ഞാലോ ഞാൻ പലിശ സഹിതം തിരിച്ചടിക്കും എന്ന ചിന്തയാ എല്ലായിടത്തും കാണാറുള്ളത്. റമദാൻ മാസം ആയാലും ആൾക്കാർ മറ്റേ ആരെങ്കിലും ഒക്കെ TV ഒന്ന് ഓണാക്കിയാൽ അപ്പൊ പറയുന്നത് റമദാനാണ്, റമദാന്റെ പവിത്രതക്ക് ചേരൂല, അപ്പൊ അവിടെ ഓഫാക്കി. എന്നിട്ടോ നോമ്പ് പറഞ്ഞാലുണ്ടല്ലോ ചില പരിപാടികൾ ഇങ്ങനെ വരും. സ്പോൺസേഡ് സീരിയലുകളാണ്, ഇസ്ലാമിക് പ്രോഗ്രാം. അതുവരെ TV-യിലേക്ക് ആകർഷിക്കപ്പെടാത്ത വല്യമ്മ വരെ റമദാന്റെ പോരിശ കേൾക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മൗലവിയോ മൗലിയരോ വന്നിട്ടുണ്ടാവും, അതിന് മുമ്പിൽ അവിടെ പോയിരിക്കും. അപ്പൊ തന്ത്രപരമായി ഇബ്ലീസ് ചെയ്യുന്നത്, അതിന്റെ മുമ്പും ശേഷവും മൗലിയരുടെ പ്രസംഗത്തിന്റെ ഇടക്കൊക്കെ ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ് വരും, ഒരു വസ്ത്രാലയത്തിന്റെ പരസ്യമാണ് വരും. പിന്നെ പെണ്ണില്ല, ഞാൻ പൊന്നിനും വസ്ത്രമൊന്നും ചെലവാവില്ലല്ലോ, അപ്പൊ അതൊക്കെ കാണും. കണ്ടോ, കാര്യമായിട്ടൊരു വയലാക്കാൻ കുത്തിരുന്നാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഇബ്ലീസ് മറ്റേത് കൊണ്ടുവന്നു. അതിന്റെ അപ്പുറമൊക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സീരിയലിന്റെ ഒരു പരസ്യം. പിന്നെ ഇത് കണ്ട അമ്മാമ അവിടുന്ന് എഴുന്നേൽക്കൂല. അമ്മാമയായിട്ടൊന്നും കാര്യമല്ല, അത് ഒന്നും കൂടി ഒന്ന് കണ്ടു കളയാം അല്ലേ, മനുഷ്യനെതിലേക്ക് ആകർഷിക്കപ്പെടും. ഒരിക്കലും സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കുക, ഇത് റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീസൺ ഭക്തിയുടെ കാലഘട്ടമല്ല.
ഇസ്ലാമിൽ അങ്ങനെ ഒരു ഭക്തിക്ക് ഒരു സീസൺ ഇല്ല. നമ്മളുടെ ഒരു സീസണിൽ ഇപ്പൊ ഇതിന്റെ ഒരു സീസണാണ്, അപ്പൊ ഒരു ഭക്തി കാണിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇതേ അള്ള തന്നെ നമ്മുടെ കൂടെയുള്ളത്. ഷവ്വാലിലുമുള്ള അതേ അള്ള തന്നെ റമദാനിലുള്ള അള്ള തന്നെ നമ്മുടെ കൂടെ ഷവ്വാലിലുള്ളു. ഇപ്പൊ ഓഫാക്കിയാലൊന്നും ഷവ്വാലിൽ ഓണാക്കാൻ പാടില്ല. പകൽ ഓഫാക്കിയാലൊന്നും രാത്രി ഓണാക്കാൻ വകുപ്പില്ല. ജീവിതത്തിൽ നിന്ന് മുഴുവനുള്ള ഒരു തിരിച്ചുപോക്കാ തൗബ. അപ്പൊ അള്ളഹാനോട് പറയണം, ഏതു പാപങ്ങൾ? പലിശ വാങ്ങിയോ, അത് തിന്നോ, ഹറാമ് ചെയ്തോ, അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടോ, തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ചോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ സ്വഭാവങ്ങളോ എന്തുമാവട്ടെ, എന്തും വരട്ടെ, എന്തു വന്നാലും ഇനി ഞാൻ അതിലേക്ക് മടങ്ങില്ല റബ്ബേ എന്ന ദൃഢനിശ്ചയം, അൽ അസ്മു, ദൃഢമായ തീരുമാനം. അത് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമതായിട്ട് ഇനി അങ്ങോട്ട് നല്ല ജീവിതം ഞാൻ നയിക്കുമെന്ന തീരുമാനം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തൊക്കെ കാണാം, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കും. തൗബ ചെയ്യുന്നവന് ഞാൻ പേരെ പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. പിന്നെ ഖുർആൻ പല സ്ഥലത്തും ആ കാര്യം പറയുന്നിടത്ത് പിന്നെ പറയുന്നുണ്ട്, പിന്നെയുള്ള ജീവിതം നന്നാക്കുകയും വേണം. ഇപ്പൊ അതൊക്കെയാണ് പറഞ്ഞു വെക്കാൻ റെഡിയായിട്ട്, പിന്നെയുള്ള ജീവിതം നന്നാക്കുകയും വേണം. അവന്റെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക. അതങ്ങ് ചെയ്ത് അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ നാഥൻ ഏത് കൊടും പാപിക്കും പുറത്തു കൊടുക്കും. ഇസ്ലാമിൽ ഏറ്റവും വലിയൊരു പാപല്ലേ ഒരാളെ കൊല്ലുക എന്നുള്ളത്. ഒരാളെ കൊല്ലുക നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഇന്നിപ്പോ പത്രങ്ങളിൽ നമുക്കൊന്നും ഒരു വാർത്തയല്ല. സ്വന്തം ചോരയെ, സ്വന്തം മക്കളെയൊക്കെ ഉറങ്ങുന്നിടത്തുനിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ കൊണ്ടുപോയിട്ട് നമ്മൾ പണ്ട് വിരുന്നുകാർ വരുമ്പോൾ അറക്കുന്നത് പോലെ ഒരു പ്രയാസമില്ലാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കണം. സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് അടിച്ചാൽ ഉറക്കം വരാത്ത രക്ഷിതാക്കളല്ലേ നമ്മളൊക്കെ, അല്ലേ? മക്കളെ ഒന്ന് അടിച്ചാൽ നമുക്ക് ഉറക്കം വരും അന്ന് രാത്രി, എന്തിന് ഞാനത് ചെയ്തു? അതുപോലും ചിന്തിക്കുന്ന നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? സ്വന്തം മക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അറുക്കുകയാണ്. എന്നിട്ട് ആ മൃതദേഹം ഒരു ഭാഗത്ത് വെച്ച് പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോയി, പിന്നെ വേറൊന്നിനെ പിടിച്ചറുത്ത്, ഇങ്ങനെ അവനാന്റെ ഭാര്യയെ, ഇങ്ങനെ മനുഷ്യവധം എന്ന് പറയുന്നതിന് ഒരു നിലവാരമില്ലാത്തൊരു കാലം. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയൊക്കെ ആയി പോവുകയാണ്. അവൻ എന്താണ് ആയിപ്പോകുന്നത്? ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഏറ്റവും നല്ലവനായ നിലയിൽ ഞാൻ മനുഷ്യനെ പടച്ചല്ലോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പക്ഷേ മോശമായാൽ, വൃത്തികേടായാൽ ഇത്ര അധപ്പതിക്കുന്ന ഒരു വർഗം വേറെയില്ല. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. നന്നായ വളരെ നല്ലവനാ, വൃത്തികെട്ടാലുണ്ടല്ലോ ഇത്ര മോശമായൊരു ജന്തു വേറെയില്ല മനുഷ്യരെ പോലെ. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അതിന് രക്ഷപ്പെടാൻ ആർക്കേ കഴിയുള്ളൂ എന്നാ പറഞ്ഞത്? ഇല്ലല്ലദീന ആമനൂ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ അത്തരം അധപ്പതനങ്ങളിൽ നിന്ന്, മനുഷ്യൻ ഏറ്റവും മോശമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹിനോട് ഖേദിച്ച് മടങ്ങിയിട്ട് ഒരാള് കൊടും ഭീകരവാദിയാണെങ്കിൽ പോലും പൊറുക്കാനുള്ള സന്നദ്ധനാണ്. 99 ആളെ കൊന്ന ഒരാളുടെ കഥ നമ്മൾ കേൾക്കാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ നമുക്ക് പ്രത്യാശ നൽകുന്ന ആ കഥ പറഞ്ഞു തന്നത്. ഇസ്ലാമിലെ കഥകളൊക്കെ കേവലം കഥകൾ പറയാനുള്ളതല്ലല്ലോ, വായിച്ച് പാഠം ഉൾക്കൊള്ളാനുള്ളതാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കിസ്സകളും കഥകളും മുഴുവൻ അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നില്ലേ? 99 ആളെ കൊലക്കത്തിക്കിരയാക്കിയ ഒരു കൊടും ഭീകരൻ, അയാൾക്ക് 99 കൊന്നു കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ, ഒന്ന് മടങ്ങണം, ഒന്ന് നന്നാവണം. ഇത് പറയുമ്പോൾ 99 ആളെ കൊല്ലാൻ ഇസ്ലാമിൽ വകുപ്പുണ്ട് എന്നല്ല ചിന്തിക്കേണ്ടത്. എത്ര ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മൾ എത്ര വലിയ കൊടുംപാപികളാണെങ്കിലും നമുക്കിനിയും തിരിച്ചു പോകാൻ നേരമുണ്ട് എന്ന പ്രത്യാശക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. 99 ആളെ കൊന്ന് ഏറ്റവും കൊടും ഭീകരനായ ആ മനുഷ്യൻ ഒരാളോട് പോയിട്ട് ചോദിച്ചു, എനിക്കൊന്ന് നന്നാവണം, വല്ല പഴുതുണ്ടോ? അല്ല പൊറുക്കൂല, എനിക്കൊന്ന് നന്നാവണം. മനസ്സറിഞ്ഞ ആ മനുഷ്യന്റെ, പക്ഷെ ചോദിച്ചത് അതിന് അർഹതയില്ലാത്തൊരാളോടായിപ്പോയി. അയാൾ പെട്ടെന്ന് പറഞ്ഞു, 99 കാച്ചിക്കളഞ്ഞ് നിനക്ക് തൗബയോ? ഒരിക്കലും ഇല്ല. അതോടുകൂടി അയാളുടെ മനസ്സാകെ തകർന്നു. വലിയ പ്രതീക്ഷയിൽ നിന്നാണ് അയാൾ. എന്നാ പിന്നെ കാണിച്ചു തരാ, 100ാമത്തെ എണ്ണം നിന്നെ കൊണ്ട് തന്നെ തികക്കുന്നതാണ് അയാളെ കൊന്നു. 100 ആളെ കൊന്നു. 100 ആളെ അയാൾ കൊല്ലാണ്. പിന്നെയും അയാളുടെ മനസ്സിന് മടങ്ങണം എന്ന മോഹം. ഒരു നല്ലവനായ മനുഷ്യനെ കണ്ടുമുട്ടി. അയാളോട് പറഞ്ഞു, എനിക്ക് മടങ്ങണം, ഞാൻ 100 ആളെ കൊന്നിരിക്കുന്നു. സഹോദരാ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എത്ര പേരെ കൊന്നവനാകട്ടെ, റബ്ബുൻ ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്ന നാഥനാണ്. പക്ഷെ ആത്മാർത്ഥമായി ആയിട്ടായിരിക്കണം നിങ്ങളുടെ മടക്കം. തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാണ്. എങ്കിൽ
എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യൂ? ഇന്ന പ്രദേശത്തൊരാളുണ്ട്, അദ്ദേഹത്തെ സമീപിച്ച് നിങ്ങൾ അങ്ങോട്ടുള്ള യാത്ര പുറപ്പെടൂ. അവിടെ പോയി കാര്യങ്ങൾ പഠിക്കൂ. നിങ്ങളുടെ ഈ തെറ്റുകളുടെ ലോകത്തിന് കാരണമായ ഈ സാഹചര്യത്തെ തന്നെ വിട്ടുകൊണ്ട് നല്ലൊരു രാജ്യത്തേക്ക് നിങ്ങൾ യാത്രയാ